സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താപനിലയുടെ SI യൂണിറ്റ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നത് ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ്? ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ബലത്തെ എങ്ങനെ നിർവചിക്കാം എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏത്? ബലത്തെ എങ്ങനെ നിർവചിക്കാം എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമമാണ്. രണ്ടാം ചലന നിയമമാണ് ബലത്തെ എങ്ങനെ നിർവചിക്കാം എന്ന് പ്രസ്താവിക്കുന്നത്. രണ്ടാം ചലന നിയമം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപ സംപ്രേഷണ രീതി. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും നടക്കുന്ന താപ സംപ്രേഷണ രീതിയാണ് സംവഹനം. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ഉണ്ടാകുന്ന മാറ്റം. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ഉണ്ടാകുന്ന മാറ്റം ക്ലോക്ക് മന്ദഗതിയിലാകും. ക്ലോക്ക് മന്ദഗതിയിലാകും. പ്രവേഗത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. പ്രവേഗത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോൺസ് ആണ്. ടാക്കിയോണുകളാണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം. ടാക്കിയോൺസ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞത് വജ്രത്തിലാണ്. വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം. സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോഡിറ്റെല്ല പെർട്ടുസിസ് ആണ്. ബോഡിറ്റെല്ല പെർട്ടുസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബോഡിറ്റെല്ല പെർട്ടുസിസ്. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയമാണ്. ലിഥിയത്തിന്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. ലിപ്പിഡോലൈറ്റ് ലിഥിയത്തിന്റെ അയിരാണ്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ ആര്? ഭൂപൻ ഹസാരികയാണ്. ഭൂപൻ ഹസാരികയാണ് ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലെ മൃഗം ഏതാണ്? സിംഹമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലെ ലോഗോയിലെ മൃഗം സിംഹം.
മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നത്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. ലോകബാങ്കിന്റെ ആപ്തവാക്യം. ലോകബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്തിൻ്റെതാണ്? ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത്. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇടുപ്പെല്ലിലെ സന്ധി ഗോളര സന്ധിയാണ്. ഇടുപ്പെല്ലിലെ സന്ധി എന്ത് തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ച തീയതി. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് എന്ന് ചോദിച്ചാൽ ചക്കയാണ്. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21-നാണ്. 2018 മാർച്ച് 21. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി. തൻ്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം. തൻ്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് ഒരു അനുതാപം എന്നത്. ഒരു അനുതാപം. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശമാണ് ഡെക്കാൻ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ ഭാഷയാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 13 മുതൽ 17 പ്രാവശ്യമാണ് ശ്വസിക്കുന്നത്. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 13 മുതൽ 17 പ്രാവശ്യമാണ് ശ്വസിക്കുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെൽ ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്നത് പ്രോഹിബിഷൻ ആണ്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? പ്രോഹിബിഷൻ. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായത് പ്ലേഗ് ബോണസ് ആണ്. പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. പ്ലേഗ് ബോണസ്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഇപ്പൊ ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്തിന്റെ പിൻഗാമിയായിട്ടാണ്? ഗാട്ടിന്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആര്? പെയിന്റിങ്ങിന്റെ പേരാണ് ബിന്ദു. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് SH റാസയാണ്. SH റാസ. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകമാണിത്? സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവശ്യമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകം? ശ്യാം സരൺ നേഗിയാണ്. ശ്യാം സരൺ നേഗി. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നതാണ്? ദ്വിതീയ മേഖലയാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്രിസ്മസ് രോഗം
ഹീമോഫീലിയയാണ്. ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം, ഹീമോഫീലിയ. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡ്ഹിഷൻ ആണ്, അഡ്ഹിഷൻ. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭങ്കനമാണ്, വിഭങ്കനം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം കമന്റ് ചെയ്യുക. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്, വക്കം മൗലവി. ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്? ഉള്ളൂർക്കോട് വീട് ആരുടെ ജന്മഗൃഹമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ആര്? വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. LPGയുടെ പൂർണ്ണ രൂപം എന്ത്? LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? വജ്രത്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം. എവിടത്തെയാണ്? മധ്യപ്രദേശിലെ പന്ന ഖനികൾ, വജ്രം. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ്. നാസോഫാരിഞ്ചൈറ്റിസ് എന്നതാണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം, അമീബ പ്രോട്ടോസോവയാണ്, പ്രോട്ടോസോവ. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷമേത്? ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934 ആണ്. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക ഹിന്ദി ദിനം ജനുവരി 10 ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ആണ്, റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ഏത്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ലൈസോസോം ആണ്, ലൈസോസോം. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്, പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിരകൾ. സഹ്യപർവ്വത നിരകൾ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ആര്? ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്, ജോസഫ് പ്രീസ്ലി. പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളി രുചിക്ക് കാരണമായ ആസിഡ്. പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളി രുചിക്ക് കാരണമായ ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്, ലാക്റ്റിക് ആസിഡ്. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ആരാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ഡോക്ടർ അലക് ജെഫ്രീസ് ആണ്, ഡോക്ടർ അലക് ജെഫ്രീസ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ്? ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യ ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് വരുന്നത്? ഉത്തരാർദ്ധഗോളത്തിലാണ്, ഉത്തരാർദ്ധഗോളം. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പീഠഭൂമി ലഡാക്ക് ആണ്, ലഡാക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം, വിനാഗിരിയിൽ പവിഴമാണ്, പവിഴം. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏതാണ്? പവിഴം. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്, സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്, നൈട്രിക് ആസിഡ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സാലിം അലിയാണ്, സാലിം അലി. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണം. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായിട്ട് ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണം നെല്ലാണ്, നെല്ല്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത് ശുക്രനിലാണ്, ശുക്രൻ. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം, നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അണുസംയോജനം, അണുസംയോജനം. കുമാരനാശാന്റെ നളിനി ഏത് കാവ്യ വിഭാഗത്തിൽ പെടുന്നു? നളിനി എന്നത് ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. അത് ഏത് കാവ്യ വിഭാഗത്തിലാണ് പെടുന്നത്? നളിനി എന്നത് ഖണ്ഡകാവ്യമാണ്, ഖണ്ഡകാവ്യം. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ്, റെസിസ്റ്റൻസ് ഓം ആണ്, ഓം. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത്, ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1988 ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം 1988. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സോണോറയാണ്, സർബതി സോണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ്, അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് എന്നത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് അറ്റ് ദി ടേൺ ഓഫ് ദി ടൈഡ് എന്നത്. ഫ്ലൂട്ട് സ്പാർ എന്തിൻ്റെ അയിരാണ്? ഫ്ലൂട്ട് സ്പാർ എന്തിൻ്റെ അയിരാണ്? കാൽഷ്യത്തിന്റെ അയിരാണ് ഫ്ലൂട്ട് സ്പാർ. എന്തിൻ്റെതാണ്? കാൽഷ്യം. ഫെൽസ്പാർ എന്തിൻ്റെ അയിരാണ്? ഫെൽസ്പാർ പൊട്ടാസ്യമാണ്. ഫെൽസ്പാർ എന്നത് പൊട്ടാസ്യത്തിന്റെ അയിരാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്ന പ്രതിഭാസം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഭൗമവികിരണം. ഇതുമൂലമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് അനുഭവപ്പെടുന്നത്? ഭൗമവികിരണം. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? കേരളത്തില് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ല. മനുഷ്യഹൃദയത്തിന്റെ ഭാരം, മനുഷ്യഹൃദയത്തിന്റെ ഭാരം ഏകദേശം 250 മുതൽ 300 ഗ്രാം വരെയാണ്. 250 മുതൽ 300 ഗ്രാം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്, മെഡുല ഒബ്ലാങ്കേറ്റ. മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്, മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ മുതലാണ്. 22 ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് മനുഷ്യഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത്, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം, രക്തം കട്ട പിടിക്കാൻ എടുക്കുന്നത് 3 മുതൽ 6 മിനിറ്റ് ആണ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്, പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, ടി കെ പത്മിനി.
മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. 120/80 mmHg ആണ് മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസിസ് എന്നത്. റിഗർ മോർട്ടിസിസ്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നത് ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് ആണ്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് ആണ് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? പ്രഥമ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. നെഞ്ചിരിപ്പ് അനുഭവപ്പെടുന്ന അവയവം ഏതാണ്? ആമാശയമാണ്. ആമാശയം. പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം ഏത്? പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1. ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം? ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നതോ? കൊൽക്കത്തയാണ് ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക്കാണ്. വില്യം ബെന്റിക്. ഈർപ്പം സൂക്ഷിച്ചു നിർത്തുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏത്? ഈർപ്പം സൂക്ഷിച്ചു നിർത്തുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് കരിമണ്ണിനാണ്. കരിമണ്ണ്. വജ്രത്തിന്റെ ശുദ്ധത തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കിരണം? വജ്രത്തിന്റെ ശുദ്ധത തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് അൾട്രാവയലറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണെണ്ണ വിമുക്ത നഗരം ഏതാണ്? മണ്ണെണ്ണ വിമുക്ത നഗരം ഡൽഹിയാണ്. ചലച്ചിത്ര നടൻ മമ്മൂട്ടിയുടെ ആത്മകഥയുടെ പേര് ചമയങ്ങളില്ലാതെ. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം ഏതാണ്? ആലുവ പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം എന്നും അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.